तस्य ज्ञानाञ्जनशलाकया ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവാന്റെ ഡിവോട്ടീസ് ആണ് അല്ലെ. ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള്, നമുക്ക് ഗുണമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എത്രയും വ്യത്യസ്തമാണ്. ഇപ്പൊ കാരണം നമ്മള് ഭഗവാനില് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. കാരണം ബാക്കിയുള്ളവർ ഇപ്പൊ ദൈവത്തെ പൂജിക്കുന്നവരായാലും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരായാലും വിശ്വാസമില്ലാത്ത കൂട്ടരും ഉണ്ട്. ഈ വിശ്വാസമുള്ളവരാണെങ്കിൽ അവര് ദൈവത്തിന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ ദൈവങ്ങളുടെ അടുത്ത് പോകുന്നത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും നടക്കാനൊക്കെ ആയിരിക്കും, എന്തെങ്കിലും പൂജയ്ക്കോ വഴിപാടിനോ ഒക്കെ ആയിരിക്കും അവർ ദൈവങ്ങളടുത്ത് പോകുന്നത്. ഇനി വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാവട്ടെ, അവർ ദൈവങ്ങളടുത്ത് പോവാറുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് നമ്മുടെ സ്നേഹവും ഭക്തിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ടിസ്കോൺ ടെമ്പിളിൽ പോകുന്നതായാലും അതേപോലെ നമ്മൾ ചാൻഡ് ചെയ്യുന്നതല്ല, ഇതെല്ലാം നമ്മൾ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ദേവീ ദേവന്മാരോട് നമ്മൾ ആഗ്രഹങ്ങൾ പറയാറില്ല. പ്രത്യേകിച്ച് ഡിവോട്ടീസ് ഒരു മറ്റേ ഡെമ്മി ഗോഡ്സ് ഇല്ലേ, അതായത് വേറെ ദൈവങ്ങളടുത്ത് നമ്മൾ ആഗ്രഹം പറയാറില്ല. നമ്മൾ അവരോട് ചോദിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഭഗവത് ഭക്തി കറക്റ്റ് ആയിട്ട് കിട്ടണേ, ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ അവരോട് ചോദിക്കാറ്. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവരോട് പറയാറില്ല. അപ്പൊ ഈ ചെയ്യുന്നത് വഴി കാരണം നമ്മൾ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ വിശ്വാസം നമ്മൾ അർപ്പിക്കുന്ന ആ വിശ്വാസം ഭഗവാൻ ഇഷ്ടമാണ്. മാത്രമല്ല അത് കാരണം ഈ വിശ്വാസമുള്ളവർ ചെയ്യുന്ന പൂജയും വഴിപാടിനുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് തന്നെ കിട്ടും. എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഭഗവാനെ മാത്രം പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഡിവോട്ടീസിന്റെ മാത്രം പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഭക്തിയും സ്നേഹവും സത്യസന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നിഷ്കളങ്കമാണെങ്കിൽ ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതി ഭഗവാൻ തന്നെ പറഞ്ഞു വിടും. ഇത് ഡിവോട്ടീസിന് മാത്രമുള്ള ഒരു എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. വേറെ ആർക്കും ഇതില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഭഗവാൻ തന്നെ നമ്മളെ വന്ന് സഹായിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഭഗവാൻ നമ്മളെ നേരിട്ട് വന്ന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ വന്ന് സഹായിക്കുന്നത്. ദ്രൗപദിയുടെ വസ്ത്രാഭിഷേക സമയത്ത് ഭഗവാനെ വിളിച്ചത് കൊണ്ട് ഭഗവാൻ വന്ന് ദ്രൗപദിയെ രക്ഷിച്ചു അല്ലെ. പ്രഹ്ലാദ് മഹാരാജിന്റെ സമയത്ത് പ്രഹ്ലാദ് മഹാരാജിനെ ഹിരണ്യകശിപു എത്ര കഷ്ടപ്പെടുത്തിയ അദ്ദേഹം ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ വന്ന് രക്ഷിച്ചു. അപ്പൊ ഡിവോട്ടീസ് വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും വരും. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇനി ഉണ്ടാവാൻ പോകും. പക്ഷെ നമ്മളെ വിളിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, നമ്മളൊക്കെ അപ്പൊ ഒരു സമയം നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഭഗവാനെ എന്നും വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ ഒരു സമയത്ത് നമ്മൾ അത്രയും നിഷ്കളങ്കമായിട്ട്, അല്ലെങ്കിൽ അത്രയും ഭക്തിയോടും സ്നേഹത്തോടും കൂടി വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും വരും. അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇറങ്ങി വന്ന രണ്ട് കഥകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നടക്കുന്നത് പാണ്ഡുരംഗത്താണ്. പാണ്ഡുരംഗത്ത് ഒരു ചെരുപ്പ് കുത്തി താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു ഭക്തനാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും ഭക്തനാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെരുപ്പ് കുത്തി കിട്ടുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹം നന്നായിട്ട് കീർത്തനം ചെയ്യുമായിരുന്നു. അപ്പൊ ചെരുപ്പ് കുത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ടാണ് ചെരുപ്പ് കുത്തുന്നത്. മാത്രമല്ല അത് അദ്ദേഹത്തിന് മാത്രമല്ല, ചുറ്റുമുള്ള കടകളിൽ ചുറ്റും നടന്നു പോകുന്ന ആൾക്കാർക്കും കൂടി അതൊരു കേൾക്കാൻ ഒരു മനസ്സിനൊരു വല്ലാത്ത സുഖമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പാണ്ഡുരംഗത്ത് ഡിവോട്ടീസ് ഇങ്ങനെ, നമ്മളിങ്ങനെ തീർത്ഥാടന പോലെ ഡിവോട്ടീസ് ഇങ്ങനെ വന്ന് കാണാറുണ്ടല്ലോ, ഭഗവാനെ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡിവോട്ടീസ് വരുമ്പോ ഭജനയൊക്കെ പാടി അവര് വരുമ്പോ ഇദ്ദേഹം അവരെ കൂടെ പോയി ഭജനയൊക്കെ പാടി പിന്നെ അവര് പോയതിനു ശേഷമാണ് ഇദ്ദേഹം തിരിച്ചു വരാറ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പ് കുത്തിയാണ്. അപ്പൊ ചെരുപ്പ് കുത്തി കിട്ടുന്നതാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം. വേറെ വരുമാനം ഒന്നും ഇദ്ദേഹത്തിനില്ല. അങ്ങനെ ഇദ്ദേഹം മാത്രമേ കീർത്തൻ പാടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് അതിലങ്ങ് മുഴുകിപ്പോവും. പിന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് അവര് പോകുമ്പോഴായിരിക്കും തിരിച്ച് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കിട്ടുന്നത്. ഡിവോട്ടീസ് അങ്ങനെയാണ്. നമ്മൾ ടെമ്പിളിൽ പോകും, ഇസ്കോൺ ടെമ്പിളിൽ പോയി അവിടെ പോയി കീർത്തൻ കേൾക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഇതാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബാക്കി ഒന്നിനെയും കുറിച്ച് ഓർക്കത്തില്ല. നമുക്ക് വീട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ അവിടെ പോയി കീർത്തനവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഓർക്കത്തില്ല. അപ്പൊ നമ്മൾ പിന്നീട് അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിലോട്ട് തന്നെ, നമ്മൾ ഇതിലോട്ടൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഓർക്കുന്നത്.
അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം ആ രാജ്യത്ത് യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ആ രാജാവ് ഇദ്ദേഹത്തിന്റെ അടുത്ത് 1000 പാദരക്ഷകള് പാദരക്ഷകള് സോൾജേഴ്സ് അവിടുത്തെ മറ്റേ ഇവർക്ക് വേണ്ടി സോൾജേഴ്സിന് വേണ്ടി ചോദിക്കും. അപ്പൊ ഭടന്മാർക്ക് വേണ്ടിയിട്ട് ഈ 1000 പാദരക്ഷകൾ ചോദിക്കും. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് 1000 പാദരക്ഷകൾ ഉണ്ടാക്കി രാജാവിന് കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം യുദ്ധം നടക്കുമ്പോൾ അവരിങ്ങനെ നിൽക്കാതെ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവര് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാദരക്ഷകൾ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ 1000 പാദരക്ഷകൾ ചോദിക്കും. അപ്പൊ ഇദ്ദേഹം ഇത്ര സമയം കൊടുക്കും, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തരണം എന്ന് പറയും. പിന്നെ എപ്പോഴും യുദ്ധത്തിന്റെ ഇതാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് സമയമുണ്ട്. അപ്പൊ ആ ദിവസത്തിനുള്ളിൽ ഈ പാദരക്ഷകൾ ഉണ്ടാക്കി തീർക്കണം. ഒന്നോ രണ്ടോ അല്ല 1000 പാദരക്ഷകളാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പാദരക്ഷകൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും അടുത്തൊരു കൂട്ടം ഡിവോട്ടീസ് ഇങ്ങനെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ, പാണ്ഡുരംഗം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും, അവര് ഭജന പാടുന്ന കേൾക്കുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഇദ്ദേഹം ഇറങ്ങിപ്പോയി അവരെ കൂടെ ഭജനയ്ക്ക് പോകും. അവിടെ പോയി കീർത്തനവും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ആരാന്ന് പോലും മറന്ന് ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ മുഴുകി അങ്ങനെ ഭഗവാൻ ഇതായിട്ട് നിൽക്കാണ്. അപ്പോ ഇദ്ദേഹത്തിന് 1000 പാദരക്ഷകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അറിയാന്നുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ കീർത്തം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് അറിയാം 1000 പാദരക്ഷകളെ ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തുണ്ടാവും, ശിക്ഷ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവരെ പറയാൻ നോക്കും. പക്ഷെ ഇദ്ദേഹം അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെയാണ് ഡിവോട്ടീസ് ഭഗവാന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് പിന്നെ അവർക്ക് അവരുടെ സ്വബോധം തന്നെ നഷ്ടപ്പെടും. അപ്പം ഇദ്ദേഹം അതേപോലെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് കീർത്തനൊക്കെ ചെയ്ത് ഭജനയൊക്കെ പാടി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ 1-2 ദിവസങ്ങള് അങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇദ്ദേഹത്തിന് ഈ ഇത്രയും ഡിവോട്ടീസിന്റെ കൂടെ വന്ന് അവരെയൊക്കെ സേവിച്ച് ഇദ്ദേഹത്തിന് മതിയായി കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞ് ഇവര് പോവാണ്. ഈ ഡിവോട്ടീസ് തീർച്ചയായിട്ടും പാണ്ഡുരംഗൻ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. പോകുന്ന സമയത്താണ് അപ്പൊ ഇവർക്ക് ഡിവോട്ടീസിനും ഭയങ്കര സന്തോഷമാണ് ഇദ്ദേഹത്തിനെ കാണാൻ, ഇദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമാണ് ഡിവോട്ടീസിനെ കണ്ടാൽ. അങ്ങനെ ഇവര് തിരിച്ചു പോയതിനു ശേഷമാണ് ഇദ്ദേഹം ഈ ഓർക്കുന്നത്, അയ്യോ 1000 പാദരക്ഷകള് രാജാവിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി എനിക്ക് ഒരു ദിവസവും കൂടെ സമയമുള്ളൂ, ആ സമയത്തിനുള്ളില് ഞാനിത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് അപ്പോഴാണ് ഇദ്ദേഹം അത് ഓർക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. പക്ഷെ എന്നാലും ഇദ്ദേഹം എന്ത് ചെയ്യും, ഭഗവാനിൽ ഒരു വിശ്വാസം ഉറപ്പിക്കും. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, കാരണം ഞാൻ എന്ത് ചെയ്തു, ഭഗവാന്റെ കാര്യങ്ങൾക്കല്ലേ നിന്നത്. അപ്പൊ ഭഗവാൻ എന്നെ ഉറപ്പായിട്ടും സഹായിക്കും, ഭഗവാൻ എന്നെ വിടില്ല എന്നൊരു വിശ്വാസം ഇദ്ദേഹത്തിന് ഭഗവാനിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇദ്ദേഹം തിരിച്ച് തന്റെ ജോലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാൻ പോവാണ്, എനിക്ക് എത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റും എന്നറിയില്ല ഭഗവാനെ, പക്ഷെ എനിക്ക് 1000 പാദരക്ഷകൾ നാളെ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെ എനിക്ക് രാജാവിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഒരു പാദരക്ഷ ഇദ്ദേഹം ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാള് ഇദ്ദേഹത്തിനെ വന്ന് സമീപിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കും. അപ്പൊ ഇദ്ദേഹം എന്താ ചോദിക്കുമ്പോ പറയും, ഞാൻ അടുത്ത നാട്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ചെരുപ്പ് തയ്ക്കുന്ന ജോലിയാണ് എനിക്ക്, അതായത് ഒരു ചെരുപ്പ് കുത്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് ആ നാട്ടിൽ എനിക്ക് ജോലികളൊന്നും അധികം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ്, അങ്ങയുടെ കീഴിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അങ്ങ് എനിക്ക് തരുമെന്ന് പറയും. അപ്പോ പറയും, ആ ശരി, നീ വന്ന സമയം നന്നായി, എനിക്ക് 1000 പാദരക്ഷകൾ ഉണ്ടാക്കി രാജാവിന് കൊടുക്കണം, അപ്പൊ നീ എന്നെ വന്ന് സഹായിക്കൂ എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹം ഭയങ്കര സന്തോഷത്തില്, ആ ശരി ഞാൻ സഹായിക്കാം, എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാദരക്ഷ ഇത് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഇദ്ദേഹം പറയും, ഞാൻ ഇവിടെ വന്ന സമയത്ത് അങ്ങയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, അങ്ങ് നന്നായിട്ട് കീർത്തനം ചെയ്യുമെന്ന് കേട്ടിട്ട്, അപ്പൊ അങ്ങ് എനിക്കൊരു ഭജന പാടിത്തരുമോ എന്ന് പറയാണ്. അപ്പോ ഈ ഡിവോട്ടീസ് സമയത്ത് ഭഗവാനെ കുറിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് അവിടുന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും അപ്പൊ അവര് അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ച് കീർത്തനം ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ അത് പിന്നെ എന്താന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കീർത്തനം ചെയ്യാണ്. അപ്പൊ ഇദ്ദേഹം ചെരുപ്പ് കുത്താൻ പോവാണ്, പക്ഷെ കീർത്തനം ചെയ്ത് അതിലോട്ടങ്ങ് മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം മുഴുവനും അദ്ദേഹം അവിടെ ഇരുന്ന് കീർത്തനം ചെയ്യാണ്. ഒരു ഭക്തന്റെ രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് അത്രയും മതി പറഞ്ഞ് അദ്ദേഹം കീർത്തനം ചെയ്യാണ്. അപ്പൊ ഇദ്ദേഹം അടുത്ത ദിവസമാണ് ഇദ്ദേഹം കീർത്തനം ചെയ്ത് തീരുന്നത്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കും, അയ്യോ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ ഇതേപോലെ ചെയ്തു. അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇങ്ങനെ ചെരുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ചെറുപ്പക്കാരൻ. അപ്പം ഇദ്ദേഹം ചോദിക്കും, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ്, എനിക്കിങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞാനങ്ങ് മറന്നു പോവും, അങ്ങേക്ക് എന്തെങ്കിലും സഹായം വേണോ, ഞാനും കൂടെ പെട്ടെന്ന് തയ്ക്കാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇല്ല, ഇതാണ് അവസാനത്തത്, ഞാൻ എല്ലാം തയ്ച്ചു കഴിഞ്ഞു എന്ന് പറയും.
അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം. കാരണം ഭഗവാൻ അല്ല, ഇത്രയും 1000 പാദരക്ഷകള് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇതേ തച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ ചോദിക്കും, അങ്ങ് ഇത്രയും പെട്ടെന്ന് തയ്ക്കാൻ പഠിച്ചു. അപ്പം ഈ ഈ ചെറുപ്പക്കാരൻ പറയും, അല്ല, എനിക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റും, പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അങ്ങയുടെ കീർത്തനമാണ്. അങ്ങയുടെ കീർത്തനം കേട്ടപ്പോൾ ഈ ജോലിയുടെ ഭാരമേ ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് തയ്ക്കാൻ പറ്റിയതെന്ന് പറയും. അങ്ങനെ എന്നിട്ട് ഇദ്ദേഹം പറയും, ഈ ചെറുപ്പക്കാരൻ, എന്നാ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം, അങ്ങ് ഇത് കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അവിടെ കുളിക്കാനെന്ന് പറഞ്ഞു പോകും. അപ്പോ ആ സമയം കൊണ്ട് രാജാവിന്റെ ഭടന്മാര് വരാണ്, വന്നിട്ട് ഈ 1000 പാദരക്ഷകള് എണ്ണി തിട്ടപ്പെടുത്താണ്. അപ്പൊ കറക്റ്റ് 1000 പാദരക്ഷകളുണ്ട്. സമയമാണ്. അതുകൊണ്ട് ചോദിച്ച പൈസേനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പൈസ ആര് കൊടുക്കാണ്? ഈ ഭടന്മാർ അവർക്ക് കൊടുക്കാണ്. അങ്ങനെ ഇദ്ദേഹം ഈ പൈസയും കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാണ്. എന്നിട്ട് ഭാര്യയോട് പറയണം. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് അവർക്ക് ഇത്രയും പൈസ കിട്ടണം. പക്ഷെ ഭാര്യയോട് ഇദ്ദേഹം പറയാണ്, ഇത് എന്റെ പൈസയല്ല, ഇത് വേറൊരാൾക്ക് ഉള്ള പൈസയാണ്. ഞാൻ ഇന്നലെ അതിൽ നിന്ന് ഒരു പാദരക്ഷ മാത്രമേ ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അദ്ദേഹമാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനുള്ള പൈസയാണ്. അദ്ദേഹം വന്നിട്ട് ഇത് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം, എന്നിട്ട് അദ്ദേഹം തരുന്ന എന്തെങ്കിലും നമുക്ക് മേടിക്കാം എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം, അപ്പം ഇവര് അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്, മറ്റു ചെറുപ്പക്കാരനെയും കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് നേരമായി കുളിക്കാൻ പോയ ചെറുപ്പക്കാരനെ ഇതുവരെ അദ്ദേഹം കണ്ടില്ല. അങ്ങനെ അതിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തു പറ്റി ഭഗവാൻ, ഈ ചെറുപ്പക്കാരൻ എവിടെ പോയി? അങ്ങനെ ഇദ്ദേഹം അവിടെ പോവാണ്, കുളിക്കാനുള്ള സ്ഥലത്ത് പോവാണ്, കടയിൽ പോവാണ്, എന്നാലും ഈ ചെറുപ്പക്കാരനെ കണ്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, ഈ ചെറുപ്പക്കാരന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഇദ്ദേഹം പോയോ എന്ന് വല്ല വിചാരിച്ച് ചിന്തിക്കും. പക്ഷെ അന്ന് രാത്രി സ്വപ്നത്തില് ഇദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവും. ഈ ചെറുപ്പക്കാരൻ എങ്ങോട്ട് അമ്പലത്തിലോട്ട് കയറി പോകുന്നതായിട്ട് ഇദ്ദേഹത്തിനൊരു ഇതുണ്ടാവും. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എണീക്കും. ഞെട്ടി എണീറ്റിട്ട് ഇദ്ദേഹം ഇങ്ങനെ, താൻ അന്ന് കണ്ട ചെറുപ്പക്കാരനെയാണ് താൻ സ്വപ്നത്തിൽ കണ്ടത്. അപ്പൊ ഇദ്ദേഹം എല്ലാം കൂടെ വച്ച് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവും, തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരന്റെ രൂപത്തിൽ വന്നത് ആരാണ്? സാക്ഷാൽ പാണ്ഡുരംഗ വിഠല തന്നെയാണ് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് കുത്തിയുടെ രൂപത്തിൽ പോലും ഭഗവാൻ വന്ന് ചെരുപ്പ് അദ്ദേഹത്തിന് കുത്തിക്കൊടുത്തു. അപ്പൊ ഭഗവാൻ എന്തുമാത്രം, കാരണം നമ്മൾ അങ്ങോട്ട് ഒരു അല്പം സ്നേഹം കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഭഗവാന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മുടെ കൈ വിടത്തില്ല, ഭഗവാൻ ഇത് ഇറുക്കി തന്നെ പിടിച്ചിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെരുപ്പ് കുത്തിയുടെ വേഷത്തിൽ വന്നു ഇദ്ദേഹത്തിനെ സഹായിച്ചു. എന്തുമാത്രം കാരുണ്യവാനാണ് ഭഗവാൻ. ഇനി അടുത്ത കാലം നടക്കുന്നത് ഈ ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ നടന്ന ഒരു കഥയാണ്. ആ ഗുരുവായൂരില് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഭയങ്കര വൃദ്ധനാണ്. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ കാണണം എന്നൊരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്രയും ദാരിദ്ര്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലധികം പൈസ ഇല്ല. അദ്ദേഹം അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ പൈസയൊക്കെ ചേർത്താണ് ഗുരുവായൂർ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഭഗവാനെ ഒന്ന് കാണണം, അത് മാത്രമേ ഇദ്ദേഹത്തിന് ആഗ്രഹമുള്ളൂ. അങ്ങനെ എത്ര കഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരുപാട് നടന്നൊക്കെയാണ് ഇദ്ദേഹം ഗുരുവായൂരിലോട്ട് വന്നത്. വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമാണ്, കാരണം വൃദ്ധനാണ്, ഞാൻ പറഞ്ഞു വൃദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഇദ്ദേഹം അമ്പലത്തിന്റെ തന്നെ ഒരു സൈഡിൽ കയറി അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിപ്പോ, ഒരു മരച്ചോട്ടിൽ കയറി അങ്ങ് ഉറങ്ങിപ്പോയി. എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ആണ് ഇദ്ദേഹം, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ, ഇനി ഭഗവാനെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പം ഭഗവാന്റെ അമ്പലമൊക്കെ തുറന്നാണ് ഇരിക്കുന്നത്, ഗുരുവായൂർ അമ്പലം തുറന്നാണ് ഇരിക്കുക. അപ്പൊ ഇദ്ദേഹം കാണാൻ പോകും, പക്ഷെ ഉറങ്ങിയ കുളിക്കണോണ്ട് അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് കുളക്കടയിൽ പോയി കുളിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ മാറിയിടാൻ വേണ്ടിയിട്ട് പുതിയ വസ്ത്രമൊന്നുമില്ല. അതുകൊണ്ട് ആ ഇട്ടുകൊണ്ട് വന്ന വസ്ത്രം തന്നെയാണ് ഇദ്ദേഹം തിരിച്ചു വിടുന്നത്, കാരണം അദ്ദേഹത്തിന്റെ വേറെ വസ്ത്രമില്ല. അപ്പൊ ആ മുണ്ട് തന്നെയാണ് ഇദ്ദേഹം ഉടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇനി ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും താൻ ഉറങ്ങിപ്പോയത് കൊണ്ട് അവിടുത്തെ അന്നദാനവും കഴിഞ്ഞു. അപ്പൊ ഇനി തന്റെ കയ്യിൽ തിരിച്ചു പോകാനുള്ള കുറച്ച് പൈസയേ ഉള്ളൂ, ബാക്കി തന്റെ ആഹാരം കഴിക്കാനുള്ള പൈസയൊന്നും തന്റെ കയ്യിലില്ല. അതുകൊണ്ട് വിശപ്പ് സഹിക്കാമെന്ന് തന്നെ അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം അമ്പലത്തിൽ പോവാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വേഷം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പൊ ആ വേഷം കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് ഒരുമാതിരി തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അതായത് മുഷിഞ്ഞ വേഷമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ മുന്നിലത്തെ സ്റ്റാഫ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് പോയി വേഷം മാറിയിട്ട് വരണം, എന്നാലേ അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം അല്ലെങ്കിൽ സ്റ്റാഫ് പറഞ്ഞു, അങ്ങ് നിക്കണം, ഇവരെല്ലാം പോയിട്ട് അങ്ങ് അവസാനം കയറിയാൽ മതി എന്ന് പറയും.
അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. കാരണം അത്രയ്ക്ക് ക്യൂ ആണ്, ഇത്ര നേരം നിന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് അവസാനം കയറാൻ പറ്റും. കാരണം ഗുരുവായൂരമ്പലത്തിൽ ഒരു എൻഡ് ഇല്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ആൾക്കാർ. അതുകൊണ്ട് എത്ര നേരം നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവസാനം കയറാൻ പറ്റുമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് നേരം കാത്തു നിന്നു. കാത്തു നിന്ന് ആ വിശപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ആ വിശപ്പും ഉണ്ട്, ഈ ഭഗവാനെ കാണാൻ പറ്റാത്ത വിഷമമുണ്ട്. ഇദ്ദേഹം അവിടെ വന്നത് ഒരാഗ്രഹത്തിന് വേണ്ടിയാണ്, ഭഗവാനെ ഒന്ന് കാണണം. ആ ഒരു ആഗ്രഹമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് നേരം അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങി. അപ്പൊ ഈ ക്യൂ തീരുന്നേ ഇല്ല, ഇങ്ങനെ വന്നോണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം നിന്ന സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന് തോന്നിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു കദളിപ്പഴവും പാൽപ്പായസം ഉണ്ട് ആ കുട്ടിയുടെ കയ്യില്. ആ കുട്ടി വന്നിട്ട് ഈ അപ്പൂപ്പൻ ഈ അപ്പൂപ്പൻ ഇദ്ദേഹം കൊടുത്തിട്ട് പറയും, അപ്പൂപ്പ ഇത് കഴിച്ചോ, എന്റെ കയ്യിൽ ഒരാൾ റെസിപ്റ്റ് തന്നതാണ്, പക്ഷെ ഇപ്പൊ അയാളെ കാണാനില്ല, എനിക്കിത് വെച്ചിട്ടൊരു കാര്യം, അതുകൊണ്ട് അപ്പൂപ്പൻ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കാണ്. അപ്പൊ എത്രയോ നേരം വിശന്ന് നിന്ന ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഈ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് തന്നെ ആ പഴവും പായസവും കുടിച്ച് വിശപ്പ് അടക്കാണ്. ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ ഇവിടെ ഉള്ളതാണ് ചോദിക്കുമ്പോൾ പറയുമ്പോ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാണ്, അപ്പം കഴിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ആ കഴിച്ച ആ ഒരു വിശപ്പ് ഇദ്ദേഹത്തിന് അടക്കാണ്. വീണ്ടും പോകുമ്പോഴത്തേക്കും അവിടെ ആൾക്കാർ തീരുന്നില്ല. അപ്പൊ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മൾ മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ വേഷവും കാര്യങ്ങളും വെച്ചാണ് നമ്മൾ ഓരോരുത്തരെ ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. അപ്പോ അദ്ദേഹം വീണ്ടും കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തു നിന്ന് അടുത്തൊരു ദിവസം ആവാണ്, ഇനി ഒരു ദിവസമാണ്, വയറ് നിറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹം വീണ്ടും ഉറങ്ങിപ്പോവാണ്. ഇനി അടുത്തൊരു ദിവസമാണ്. പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം എണീറ്റ് ആൾക്കാർ വരുന്നതിന് മുമ്പ് പോയി തൊഴാന്ന് പറഞ്ഞ് കുളിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും അതേ വസ്ത്രമാണ് ഇടുന്നത്, വേറെ വസ്ത്രമില്ല. അപ്പം തൊഴാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വീണ്ടും ഒരുപാട് ആൾക്കാര്. ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെയാണ്, എപ്പോ നോക്കിയാലും ഭയങ്കര തിരക്കാണ്. അപ്പൊ വീണ്ടും ഒരുപാട് ആൾക്കാർ. വീണ്ടും കയറാൻ പോകുമ്പോൾ സെക്യൂരിറ്റിക്കാർ ഇത് തന്നെ പറയും, അങ്ങ് അവസാനം കയറിയാൽ മതി, അങ്ങേക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമം. മാത്രമല്ല അന്നദാനം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്തും ഇതേ സംഭവം തന്നെ അവിടെ നടക്കും. അങ്ങനെ ഇദ്ദേഹം ആദ്യമേ ഈ കദളിപ്പഴമൊക്കെ കിട്ടുന്നത് അദ്ദേഹത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ വീണ്ടും ഇനിയിപ്പം കഴിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വയറ്റിലുള്ളത്, അത് ഒരു ദിവസത്തെ വിശപ്പ് കഴിഞ്ഞാണ് കഴിക്കുന്നത്. അപ്പൊ ഇനിയും അദ്ദേഹത്തിന് വിശന്നിരിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം വിശന്ന് തന്നെ ഇരിക്കുകയാണ്. വീണ്ടും നേരത്തെ വന്ന പയ്യൻ തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിന് കദളിപ്പഴം കൊടുത്തിട്ട് പറയാണ്, അപ്പൂപ്പനെ അന്വേഷിച്ച് ഞാൻ ഇവിടെ നടക്കുകയായിരുന്നു, അങ്ങിവിടെ ഉണ്ടായിരുന്നില്ല, ഇത് കഴിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ ഈ അപ്പൂപ്പന് സന്തോഷമാവും, ഈ പഴം എടുത്ത് ഇദ്ദേഹം കഴിക്കുകയാണ്. അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് തൊഴാൻ പറ്റുന്നില്ല. ആ വിഷമം ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിനുണ്ട്, തൊഴാൻ പറ്റുന്നില്ല. അപ്പം ഈ കുട്ടി ചോദിക്കും, അപ്പൂപ്പൻ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ പറയും, എനിക്ക് ഭഗവാനെ തൊഴണം എന്ന ഒരാഗ്രഹത്തിലാണ് ഞാൻ വന്നത്, പക്ഷെ എനിക്ക് ഭഗവാനെ തൊഴാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ അപ്പൂപ്പൻ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഈ കുട്ടി പറയാ, അതങ്ങനെയാണ്, നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോകും. കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഇതേപോലെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഇദ്ദേഹത്തിന് വീണ്ടും തൊഴാൻ പറ്റുന്നത്. അപ്പൊ ഇദ്ദേഹം കുളിക്കടവില് പോകുന്ന സമയത്ത് പോയ സമയത്ത് ഇദ്ദേഹം തലേന്ന് രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. ഭഗവാനെ കാണാൻ പറ്റാത്ത ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ആ ഒരു ദിവസം മുഴുവൻ കരയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് പോയി തൊഴാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അന്ന് രാത്രി ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അതായത് തനിക്ക് വന്ന് തന്ന കദളിപ്പഴവും പാൽപ്പായസം തന്നുകൊണ്ടിരുന്ന കുട്ടി ഭഗവാന്റെ രൂപത്തിൽ നല്ല പീതാംബരമൊക്കെ അണിന്ന് മയിൽപ്പീലിയൊക്കെ വെച്ച് ഓടക്കുള്ളിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് സ്വപ്നത്തിൽ നിന്ന്. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ആരുമില്ല. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു സ്വപ്നം കണ്ട, ഭഗവാന്റെ ചിന്തയിൽ ഇരിക്കുന്നതുകൊണ്ട് സ്വപ്നം കണ്ടയാന്ന് വിചാരിക്കും. ഇദ്ദേഹം വീണ്ടും കിടന്നുറങ്ങും. വീണ്ടും ഇതേപോലെ അതേ സ്വപ്നം തന്നെ കാണും, വീണ്ടും ഞെട്ടി എണീക്കുക. അപ്പോഴത്തേക്കും രാവിലെയായി, നിർമ്മാല്യ സമയം. അതുകൊണ്ട് പെട്ടെന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പെട്ടെന്ന് പോയി കുളിച്ചിറങ്ങി പെട്ടെന്ന് വരുന്ന സമയത്തേക്ക് ഈ കുട്ടീനെ അവിടെ കാണും. ഈ കുട്ടീനെ കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയും, നീ നല്ല ആളാണ്, ഞാൻ ഇന്നലെ നിന്നെ സ്വപ്നത്തിൽ കണ്ടു, നീ അപ്പം ഭഗവാന്റെ വേഷത്തിലായിരുന്നു എന്ന് പറയും. അപ്പൊ ഈ കുട്ടിക്ക്, അതെയോ, ഞാൻ ഭഗവാന്റെ വേഷത്തിലായിരുന്നോ, ഇങ്ങനെയായിരുന്നു എന്റെ വേഷം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു വല്ലാത്ത പ്രകാശം ആ കുട്ടിയുടെ അടുത്തോട്ട് വരും. താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം ഇതേ അവിടെ കാണുകയാണ്, ഈ ഭക്തൻ അവിടെ കാണുകയാണ്.
അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് ഭഗവാനെ കണ്ട ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് എന്നിട്ട് പറയാണ്, എന്നെ സംബന്ധിച്ച് അങ്ങ് ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങ് എന്റെ ഭക്തനാണ്, അത് മാത്രമാണ് ഞങ്ങൾക്കുന്നത്, അതുകൊണ്ട് അങ്ങ് കയറി വന്നോളൂ എന്ന് പറയാണ്. അപ്പൊ ഇദ്ദേഹം ഇത്ര ഇതായിട്ട് നിന്നിട്ട് ഈ പെട്ടെന്ന് അത് അവിടെ നിന്ന് പോവാണ്. ആ പ്രകാശവും കാര്യങ്ങളും ആ കുട്ടീനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഇതിങ്ങനെ വിചാരിക്കും, താൻ കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വിചാരിക്കാതെ ഇത് ഇങ്ങനെ ഓടുകയാണ് അമ്പലത്തിലോട്ട്. ആ ആ സമയത്ത് അവിടുത്തെ മെയിൻ പൂജാരി, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി, ഒരു കസവ് മുണ്ടും ഷർട്ടും കൊണ്ട് ഇദ്ദേഹത്തിനെ തപ്പി ഇറങ്ങാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടുടനെ ഇത് ഷർട്ട് മുണ്ടും ഇദ്ദേഹത്തിന്റെ കൊടുത്തിട്ട് പറയാണ്, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി, ആ സ്വപ്നത്തില് ഭഗവാൻ അങ്ങേക്ക് ഇത് തരണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇദ്ദേഹം ഈ ഭക്തന് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല പൂജാരിക്ക് മനസ്സിലാവുകയാണ് എന്തുമാത്രം ഭക്തിയാണ് ഈ ഭക്തനുള്ളത്. അങ്ങനെ ഈ കസവ് മുണ്ടു മാറ്റിയിട്ട് അദ്ദേഹം അകത്തോട്ട് കയറണം. ആ സമയത്ത് അന്ന് അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രം ഇട്ട സമയത്ത് പോകുന്ന പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് കയറ്റാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ ദർശനം കിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അകത്ത് അമ്പലത്തെയും ദർശനം കിട്ടിയേക്കാൾ അദ്ദേഹത്തിന് നേരിട്ട് ദർശനം കിട്ടാണ്. അപ്പൊ ഭക്തന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ എത്രയും വിഷമത്തിലായിരിക്കും ഇരിക്കുക, നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷെ നമ്മളെ വിളിച്ചാൽ എന്ത് ചെയ്യും? ഭഗവാൻ ഉറപ്പായിട്ടും വരും. പക്ഷെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഭക്തിയോടെ സ്നേഹത്തോടെ ആയിരിക്കണം. നമ്മളത് ഭഗവാനെ കാണിച്ചാൽ മാത്രമേ ഭഗവാൻ, കാരണം നമ്മൾ ഒരിക്കൽ ഭഗവാന്റെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ പിടിവിടില്ല. അത് നമ്മൾ അത്രയും മുറുക്കിയല്ല പിടിക്കുന്നെങ്കിലും ഭഗവാൻ ഒരിക്കലും നമുക്ക് വിടണം തോന്നിയാലും ഭഗവാൻ നമ്മളെ വിടത്തില്ല.